നമ്മളിന്ന് ഷറഫുദ്ദീൻ അഭിനയിച്ചിട്ടുള്ള പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഷറഫുദ്ദീനായ പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പെറ്റ് ഡിറ്റക്റ്റീവ് ഇതിനെ പലരും പറഞ്ഞത് ഷറഫുദ്ദീൻ്റെ സി ഐ ഡി മൂസ അങ്ങനെയൊക്കെയാണ്. സി ഐ ഡി മൂസ എന്ന് പറയുന്ന പടം ഞാൻ 10 വയസ്സാകുമ്പോൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്. 25 വയസ്സായ എനിക്ക് ഇപ്പോഴും കണ്ട് ചിരിക്കുന്നുണ്ട്. ഒരു 50 വയസ്സായാലും ഞാൻ ആ പടം കണ്ട് ചിരിക്കും. അതേപോലെയല്ല പെറ്റ് ഡിറ്റക്റ്റീവ്. ഈ പടം ഞാൻ 12 വയസ്സിൽ കണ്ടിടണമെങ്കിൽ ചിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് ചിരിച്ചു. അതും ഇനി 50 വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കാണുമ്പോഴോ എനിക്ക് ചിരി വരുമെന്ന് എനിക്ക് പറയാൻ ഷുവറല്ല. കാരണം ഒരു തവണ കണ്ട് മറക്കാവുന്ന, ഫസ്റ്റ് ഹാഫ് അത്ര മെച്ചമല്ലാത്ത എന്നാൽ സെക്കൻഡ് ഹാഫ് മികച്ച് നിൽക്കുന്ന ഒരു പടം, അല്പം കോമഡിയൊക്കെ ഉള്ള ഒരു പടം, അതാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല എഡിറ്റർ അഭിനവ് സുന്ദർ നായകൻ, നമ്മുടെ മുകുന്ദനുണ്ടി അസോസിയേറ്റിൻ്റെ ഡയറക്ടറാണ്. അതേപോലെ മ്യൂസിക് രാജേഷ് മുരുകേശൻ, പുള്ളിയാണ് അൽഫോൻസ് പുത്രൻ്റെ എല്ലാ പടത്തിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത്. അതേപോലെ ക്യാമറമാൻ ആനന്ദ് സി ചന്ദ്രൻ, നമ്മുടെ ഭീഷ്മ പർവം അതിൻ്റെയൊക്കെ ക്യാമറമാനാണ്. പിന്നെ പ്രേമത്തിൻ്റെ ഇത്രയും നല്ലൊരു കാസ്റ്റ് ടെക്നിക്കൽ ടീമിന് ഉണ്ടായിട്ടും സ്ക്രിപ്റ്റ് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്ററാക്കാമെന്ന് തോന്നുന്നു. പടക്കളത്തിൻ്റെ ലെവലിലൊന്നും എത്തിയിട്ടില്ല പടം. സ്റ്റിൽ ഷറഫുദ്ദീൻ്റെ ഈ വർഷത്തെ മികച്ച സിനിമ പെർഫോമൻസും പടക്കളം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.